ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കൂടി ഒരു സ്ഥലം വരെ പോവാണ്. ഈ രണ്ട് കൊച്ചുങ്ങളെ മുടി വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാട്ടോ പോകുന്നത്. കുടുംബസമേതം ഇറങ്ങിയതാണ്. ഒരു ടൂർ ആയിക്കോട്ടെ വിചാരിച്ചു കൊടുവള്ളിയിലേക്ക്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി പോകുന്നത് നമ്മളെ നാട്ടിൽ തന്നെയുള്ള ഒരു ഷോപ്പിലാണ്. അവിടെ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിലാണ്. ഞങ്ങളുടെ കൂടെ കുൽസം ഉണ്ട് കേട്ടോ. കാക്കാമാരെ മുടി വെട്ടിക്കാൻ വേണ്ടിയിട്ട് പോരുകയാണ്. അങ്ങനെ ഞങ്ങൾ ഓട്ടോ ഒന്ന് ഇറങ്ങി അവിടെ പോയപ്പോൾ അവിടെ 2-3 ആൾക്കാരുണ്ട് കേട്ടോ ഓൾറെഡി അവിടെ സീറ്റിലിരിക്കുന്നു. ഇതൊക്കെ എന്നെ കൊച്ചുങ്ങളെ നോക്കാൻ വേണ്ടി കൊണ്ടെടുക്കുന്ന ആൾക്കാരെ, ചെരുപ്പ് ഊരാൻ, ചെരുപ്പ് ഇട്ട് കൊടുക്കാൻ, അങ്ങനത്തെ ആവശ്യത്തിനൊക്കെ വേണ്ടി കൊണ്ടെടുക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ കണ്ടോ, ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി ഗൈസ്. അപ്പോൾ 2013 ഒരു ചാട്ടം ചാടിയതാണ്. നമ്മൾ പണ്ടല്ല ഇങ്ങനെ മുയപ്പിച്ച് ബഫ് എന്നൊക്കെ പറയില്ല, അങ്ങനെ ചെയ്ത് നടക്കൽ. അപ്പോൾ മുടി വാരുന്നേരം അങ്ങനെ കണ്ടപ്പോൾ ഒരു പൂതി അങ്ങനെ വാർന്നു നോക്കിയതാണ് ഞാൻ. അപ്പോൾ ഇവൻ്റെ മുടിയും മറ്റവൻ്റെ മുടിയും ഞാൻ നീട്ടാൻ വേണ്ടിയിട്ട് ബാക്ക് ഇറക്കിയിട്ട് നീട്ടൂലേ, അങ്ങനെ വേണ്ടിയിട്ടാണ് ഇത്രയാക്കി. അപ്പോൾ ഫ്രണ്ടിൽ മാത്രം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ കൊണ്ടുവന്നത്. ഇവൻ്റെ ചെറിയതിൻ്റെ മുടി കുറച്ച് ചുരുണ്ടും മറ്റവൻ്റെ ഒന്ന് സ്ട്രെയിറ്റ് ആയത്. കുൽസു ഭയങ്കര ദേഷ്യത്തിൽ ചിരിക്കൊന്നും ചെയ്യണം. ഞാൻ കുൽസു എന്നാട്ടം വിളിക്കൽ ഇവളെ. അങ്ങനെ ഫസ്റ്റ് ജയാനെ കയറ്റിയിരിക്കുന്നത്. അപ്പോൾ പണ്ടൊക്കെ മുടി വെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് ആയിരുന്നു. നമ്മൾ കൊണ്ടുപോയാൽ ഫോണിൽ കാർട്ടൂൺ വെച്ച് കൊടുക്കണം, തല പിടിച്ചു കൊടുക്കണം, അതിൻ്റെ അടുക്ക് കരച്ചിൽ, ഒരു അംഗം വെട്ട് തന്നെ ആയിരുന്നു. ഇപ്പം ഓക്കെ ആക്കിയിട്ട് നല്ലോണം സ്ട്രൈറ്റ് ആയിട്ട് കുത്തിരുന്ന് കൊടുക്കുന്നുണ്ട്. ഏതായാലും അങ്ങനെ ഫസ്റ്റ് ഓൻ്റെ മുടിയാട്ടോ വെട്ടിയത്. പിന്നെ റിയാൻ്റെ മുടി വെട്ടാനിരുന്ന്. അപ്പം വെട്ടിക്കൊണ്ടിരിക്കുന്ന നേരം ഇന്നെ നോക്കുന്ന വീഡിയോ എടുക്കുന്ന കണ്ടിട്ടോ ഇനി ചിരിക്കുകയും വേണം നോക്കുകയും വേണം. പിന്നെ ഇവൻ്റെ മുടി വെട്ടാൻ ഇവനെന്തോ ഇക്കിളിയാവുന്നുണ്ട് തോന്നുന്നു. ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് തല ചെരിച്ചൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുട്ട പപ്സ് തിന്നാൻ പോയി ഗൈസ്. നമ്മളെ അവിടെ ഒരു ഷോപ്പുണ്ട് ഹോണസ്റ്റ്, അവിടെ ചായയും മുട്ട പപ്സ് നല്ല രസമാണ്. നല്ല ചൂടുള്ള പപ്സ്, ഒരു സോസ് ഒഴിച്ച് തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് തിന്നാൻ വേണ്ടിയിട്ട് മാത്രം കയറിയാണ്. ഉണ്ടോ നല്ലോണം ഞെരിഞ്ഞ് നിൽക്കുന്നു. പിന്നെ ഞാൻ ലൈമൈന് ഓർഡർ ചെയ്ത്, ബാക്കിയുള്ളവരൊക്കെ കോഫിയും. അതിനെ ലൈമ് കുടിച്ച് എല്ലാവരും ടേസ്റ്റ് നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ വാങ്ങിയ സാധനമൊക്കെ. അങ്ങനെ നമ്മൾ പപ്സ് തിന്നണം. ഇനി ഞാൻ മാത്രമാണോ ഇങ്ങനെ പപ്സ് തിന്നുന്നത്? ഞാൻ തിന്നുമ്പോൾ മാത്രമല്ല, എല്ലാവരും തിന്നുമ്പോൾ പപ്സ് തിന്നുമ്പോൾ മോത്താവും, ഇങ്ങനെ മോത്ത് നിറച്ചും ഇങ്ങോട്ടാവും. ഒരു വൃത്തിയിൽ തിന്നാൻ ആർക്കും കഴിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നായിട്ട് തൊയ്യുന്നൊരു സംഭവമാണല്ലോ. അങ്ങനെ നമ്മൾ സോസൊക്കെ ഒഴിച്ച് മുട്ട പപ്സും ഒക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാവർക്കും കൊടുക്കണം. അപ്പോൾ എൻ്റെ താത്താണ് കേട്ടോ മോളെ അടുത്ത്